ഇ.പി. ജയരാജൻ വളരെ വേഗത്തിൽ തന്നെ ഒരു ബോംബ് പൊട്ടിക്കും. അതിൽ ഭയന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്മാറി. പിണറായി വിജയന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ അറിവോടുകൂടി ഇടത് കൺവീനർ ഇ.പി. ജയരാജൻ ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതെന്നാണ് സി.പി.എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗ തീരുമാനത്തിൽ നിന്നും വ്യക്തമായിരിക്കുന്നതെന്നാണ് കെ.പി.സി.സി ആക്ടിംഗ് പ്രസിഡന്റ് എം ഹസൻ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടെയും അനുഗ്രഹത്തോടെയും ഉണ്ടാക്കിയ സി.പി.എം ബി.ജെ.പി. ഡീലിന്റെയും പിണറായി വിജയന്റെ കേസുകളുടെയും അരമന രഹസ്യങ്ങൾ പുറത്തു വരുമെന്ന് ഭയന്നാണ് ഇ.പി. ജയരാജനെതിരെ പാർട്ടി നടപടിയെടുക്കാത്തത്. നടപടിയെടുത്താൽ ജയരാജൻ പൊട്ടിക്കുന്ന ബോംബുകളുടെ ആഘാതം താങ്ങാൻ പിണറായി വിജയന് കഴിഞ്ഞെന്നിരിക്കില്ല. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസം വി.എസ്. അച്യുതാനന്ദൻ കെ രമയെ കണ്ട് സി.പി.എമ്മിനെ വൻ പ്രതിരോധത്തിലാക്കിയതിന് സമാനമായി തന്നെയാണ് ജയരാജൻ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ദിവസം ശോഭാ സുരേന്ദ്രനെ കണ്ട കാര്യം തുറന്നു പറഞ്ഞത്. എന്തുകൊണ്ടാണെന്ന് ശോഭാ സുരേന്ദ്രനെതിരെ നിയമ നടപടി സ്വീകരിക്കാതിരുന്നതെന്നാണ് എം ഹസൻ ചോദ്യം ഉന്നയിച്ചത്. ഇന്ന് പിണറായി വിജയന്റെയും ജയരാജന്റെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് സി.പി.എം സെക്രട്ടേറിയറ്റ് ശോഭയ്ക്കെതിരെ കേസ് കൊടുക്കാൻ തീരുമാനിച്ചത്. ബി.ജെ.പിയിൽ ചേരാൻ കച്ചമുറുക്കി ഡൽഹിയിലെത്തിയ ജയരാജനെ പിന്തിരിപ്പിച്ചത് ഒരു ഫോൺ കോൾ ആയിരുന്നുവെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ആ ഫോൺ കോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റേതായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ടി.പി. ചന്ദ്രശേഖരന്റെയും ഷുഹൈബിന്റെയും ഒക്കെ തന്നെ കൊലപാതകങ്ങൾ കൺമുന്നിൽ കണ്ടിട്ടുള്ള ജയരാജൻ നിന്ന നിൽപ്പിൽ തീരുമാനത്തിൽ നിന്നും പിന്മാറിയെന്നും പറയപ്പെടുന്നു. ഇ.ഡിയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള അവസാനത്തെ പിടച്ചിലാണ് ജയരാജൻ നടത്തിയത്. വൈദേഹം റിസോർട്ടിൽ ഇ.ഡി പരിശോധനയ്ക്കെത്തിയത് 2023 മാർച്ച് 2-നായിരുന്നെങ്കിൽ ജയരാജൻ ജാവ്ദേക്കർ കൂടിക്കാഴ്ച മാർച്ച് 5-നായിരുന്നു. ഇ.ഡി പിടിക്കുമോ പിണറായി പിടിക്കുമോ തുടങ്ങിയ ഭയപ്പാടുകളാണ് ജയരാജനെ കൊണ്ട് സത്യങ്ങൾ പറയിപ്പിച്ചത്. ജയരാജൻ പാർട്ടിയിൽ നിന്നൊന്നും മറച്ചു വെച്ചിട്ടില്ലെന്നും എല്ലാ കാര്യങ്ങളും പിണറായി അറിഞ്ഞ് പിണറായിക്ക് വേണ്ടിയാണ് ചെയ്തതെന്നും ഇന്നത്തെ യോഗ തീരുമാനത്തിലൂടെ തന്നെ വ്യക്തമായി. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന നിലപാട് പിണറായി എടുത്തതോടെ ജയരാജൻ കുറ്റവിമുക്തനുമായി. ജയരാജൻ വിഷയത്തിൽ ആദ്യം നിലപാടെടുത്ത സി.പി.ഐ വലിയേട്ടനെ ഭയന്ന് കരണം പറഞ്ഞു. ഇനി ഇടതുമുന്നണിയിൽ പറയാം എന്നാണ് സി.പി.ഐ സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് എന്നുള്ളത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ ബി.ജെ.പിയെ ജയിപ്പിക്കാമെന്ന ഉറപ്പിൽ ബി.ജെ.പി വോട്ടിൽ വടകരയിൽ ഷാഫിക്ക് മറിച്ചുവെന്നാണ് സി.പി.എം സെക്രട്ടറി പറഞ്ഞത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകണമെങ്കിൽ ഷാഫി വടകരയിൽ ജയിക്കണം. ഷാഫിയുടെ വിജയം എം വി ഗോവിന്ദൻ തുറന്ന് സമ്മതിച്ചുവെന്നും ബി.ജെ.പിയുമായി കോൺഗ്രസ് ഡീലുണ്ടാക്കിയെന്ന് പച്ചക്കള്ളം പറഞ്ഞെന്നും എം ഹസൻ തന്നെ ആഞ്ഞടിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.